ഞാൻ 40 കമ്പനിയിൽ 40 വിധത്തിലുള്ള ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്തത് സെയിൽസ്മാനായിട്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, സെയിൽസ്മാൻഷിപ്പ് ഒരു പ്രോഡക്റ്റിനോ ഒരു സർവീസിനോ വ്യത്യാസങ്ങളുണ്ട്. എല്ലാത്തിലും നമുക്ക് മൊത്തമായിട്ട് ഈ 40 ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ അനുഭവപ്രകാരം റാപ്പോർട്ട്, നമ്മൾ എങ്ങനെ കസ്റ്റമറെ സ്നേഹിക്കുന്നു, അവർക്ക് എങ്ങനെ സർവീസ് നൽകുന്നു, അവരിൽ നമ്മൾക്കുള്ള ട്രസ്റ്റ് ക്രിയേഷൻ എങ്ങനെ നടക്കുന്നു, അതാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ മഹാരഹസ്യം. അതുകൊണ്ട് 40 സെയിൽസ്മാൻഷിപ്പും വളരെ വ്യത്യസ്തമായതുകൊണ്ട് എൻ്റെ പ്രാക്ടിക്കൽ അനുഭവമാണ് ഞാൻ ഓരോ സെയിൽസ്മാൻഷിപ്പിൽ വർക്ക് ചെയ്തപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഇപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നത് അടുത്ത 4ാമത് സെയിൽസ്മാൻഷിപ്പായ നോൺ ഫോസ്ഫേറ്റ് ഇൻഡസ്ട്രിയിൽ ഞാൻ എങ്ങനെ വർക്ക് ചെയ്തു. നോൺ ഫോസ്ഫേറ്റ് ഉപയോഗിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെമ്മീൻ കമ്പനിയിൽ ചെമ്മീനിൻ്റെ വെയിറ്റ് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നോൺ ഫോസ്ഫേറ്റ്. ഈ നോൺ ഫോസ്ഫേറ്റിലെ ഉപ്പ് രസം കണ്ടുപിടിക്കാൻ ഈവൻ ജപ്പാനിലെ സീ ഫുഡ് കമ്പനികൾക്ക് പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് തായ്ലാൻഡിൽ നിന്നാണ് വരുന്നത്. നോൺ ഫോസ്ഫേറ്റ് ആണ് STTP, സോഡിയം ട്രൈഫോളിഫോസ്ഫേറ്റ് ആണ് STTP. അതിന് റെസിഡ്യൂ ലെവൽ എന്ന് പറയും. ഫോസ്ഫേറ്റിൻ്റെ കണ്ടൻറ്റ് കാണാൻ കഴിയുന്നതുകൊണ്ട് ജപ്പാനുകാർ അംഗീകരിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ നോൺ ഫോസ്ഫേറ്റ് വെറും ഒരു സോൾട്ട് മാത്രമായിരിക്കും നമ്മൾ അതിൽ ടേസ്റ്റ് ചെയ്താൽ പോലും അറിയുന്നത്. സോ ഇത് നമ്മൾ പോയി ഒരു ലിറ്ററേച്ചറും ബ്രോഷറും കാണിച്ച് ഒരു പർച്ചേസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇത് ആരാണ് ഉപയോഗിക്കുന്നത്? പ്രൊഡക്ഷൻ മാനേജർ. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? വെയിറ്റ് കൂട്ടാൻ. ഇത് പ്രൊഡക്ഷൻ മാനേജറോട് പോയി നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മളവരോട് പറയും, എനിക്കൊരു ഡെമോ നടത്താനുള്ള സമയം വേണം. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പ്രക്രിയയും ഞാൻ കൊടുക്കാൻ പോകുന്ന പ്രക്രിയയും വ്യത്യാസമുണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഡിയം ട്രൈഫോളിഫോസ്ഫേറ്റ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് നോൺ ഫോസ്ഫേറ്റായിട്ട് നിങ്ങളുടെ മാർക്കറ്റിലെത്തിയിരിക്കുന്നത്. സോ ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിൽ ആ റെസിഡ്യൂ ലെവൽ ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രോഡക്റ്റ് ജപ്പാനിലേക്കും മാർക്കറ്റിലും നിറയെ മാർക്കറ്റ് നോൺ ഫോസ്ഫേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് അവരെ ആദ്യം മനസ്സിലാക്കിപ്പിച്ച് അവരുടെ ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തും. രാവിലെ നേരത്തെ ചെയ്യാൻ അവരനുവദിക്കില്ല. മിക്കതും രാത്രി നേരത്തായിരിക്കും നമ്മൾ ചെയ്യുക. അവരോട് ഒരു ടാങ്ക് വാങ്ങും, ക്യാൻ വാങ്ങി അതിനകത്തേക്ക് ഈ ചെമ്മീനെല്ലാം ഇടാൻ പറയും. അതിനകത്ത് വെള്ളമൊഴിക്കും. അതിന് ശേഷം നമ്മുടെ ഈ പൊടി നോൺ ഫോസ്ഫേറ്റ് ഉപയോഗിച്ച് പിന്നീട് നമ്മൾ 1 മണിക്കൂർ അത് സ്റ്റെർ ചെയ്യണം. സ്റ്റെർ ചെയ്യുമ്പോൾ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ അവരുടെ വെയിറ്റ് കൂടിയിരിക്കും. ആ ചെമ്മീനിൻ്റെ വെയിറ്റ് കൂടിയിരിക്കും. കൂടുന്നതുകൊണ്ട് എന്ത് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെമ്മീൻ കമ്പനിയിൽ പറയുന്ന കൗണ്ട് പറയും. 454 ഗ്രാമിൽ എത്ര പീസസ് ആണ് എന്നുള്ളതാണ് കൗണ്ട്. തീർച്ചയായിട്ടും ഒരു കൗണ്ട് മാറിപ്പോകുമ്പോൾ ആ ചെമ്മീൻ കമ്പനിക്ക് നല്ല ലാഭം ലഭിക്കും. ആ രീതിയിലായിരുന്നു ഞാൻ നോൺ ഫോസ്ഫേറ്റ് വിറ്റത്. അതായത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, പ്രവൃത്തിയിൽ കാണിച്ചാൽ മാത്രമേ അത്തരം പ്രോഡക്റ്റുകൾ വിജയിക്കാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ പ്രാക്ടിക്കൽ അനുഭവം.